ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കാലാണ്, അതായത് കോഴിക്കാല്. കോഴിക്കാൽ എന്ന് പറയുമ്പോൾ എല്ലാവരും ഐ എന്ന് പറയും. പക്ഷേ ഐ എന്ന് പറയണ പോലെ അല്ല, നമ്മൾ ഈ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യും? എപ്പോഴും ഉണ്ടാക്കാൻ ഒരു താല്പര്യം ഉണ്ടാവും. അതേമാതിരി എപ്പോഴും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. നല്ല ടേസ്റ്റാണ്. അതെന്താ വെച്ചാൽ പെരിന്തൽമണ്ണ അതേമാതിരി വലിയ വലിയ അങ്ങാടികളിലൊക്കെ ഇപ്പോൾ കോഴിക്കാൽ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, കിട്ടും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതുപോലെയാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി കാണിക്കുന്നത്. അതേപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടി. അടിപൊളി ടേസ്റ്റ് കാരം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ആദ്യം പച്ചമുളക്, ഇഞ്ചി കഷ്ണങ്ങളുണ്ട്, ഇഞ്ചി, പിന്നെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി ഈ ഐറ്റം സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതൊന്ന് അടിച്ചെടുക്കണം, മിക്സിൻ്റെ ജാറിൽ അടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് നല്ല വൃത്തിയായിട്ട് കുറച്ച് ചിക്കൻ കാല് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ വരച്ച് കൊടുക്കണം കത്തിയിട്ട്. അതിന്മേൽ കൂടെ ഇത് വൃത്തിയാക്കി എങ്ങനെയെന്ന് കൂടി പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇത് വൃത്തിയാക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ നല്ല ചൂടുള്ള നല്ല തിളക്കാനാകുന്ന ചൂടിലുള്ള ഒരു വെള്ളം. നല്ല തിളക്കണമെന്നില്ല, തിളച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഇറച്ചിയെല്ലാം അതിമ പോകും. നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് ഊരിപ്പോവും. അപ്പോൾ ഒരു തിളച്ച വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും, കുറച്ച് നേരം ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് വെറുതെ കൈയ്യായിട്ട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അത് ഫുള്ള് ഊരിപ്പോരും. പിന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വരണ്ടി ചെത്തി കൊടുത്താൽ മാത്രം മതിയോ. ഇതുപോലെ വൃത്തിയായിട്ട് നല്ലോണം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അല്ലേ, നല്ല വൃത്തിക്ക് ആയി കിട്ടും, വരഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിമേ നമ്മൾ കത്തിയോണ്ട് എന്ത് ചെയ്യണം, ഇതുപോലെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ വൃത്തിയാക്കിയെടുത്ത ചിക്കൻ കാലാണ്. നമ്മളിത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആദ്യമായിട്ട് ഇട്ട് കൊടുക്കുന്നത് കോൺഫ്ലവറിൻ്റെ പൊടിയാണ്. ഇത് ഫ്ലവർ പൊടി കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി കൂട്ടിയ പേസ്റ്റാണ്. ഈ പേസ്റ്റ് ഇതുപോലെ അടിച്ചെടുക്കുക. ഇത് നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യുക, ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഇത് ചിക്കൻ മസാലയാണ്. ഇത് നമ്മൾ ഇതുപോലെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇതുപോലെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 2 മുട്ട ചേർത്ത് കൊടുക്കുക. നാരങ്ങ നീരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കുരുപെടാതെ അരിച്ചുകാണ്ട് ചേർത്ത് കൊടുക്കുക. കുറച്ച് സുർക്കയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മസാലകളൊക്കെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇപ്പം നമ്മൾ ഈ ചേർത്ത് ഉണ്ടാക്കിയതുപോലുള്ള മസാല മതി, കാല് പൊരിച്ചെടുക്കാൻ അത് മതി ശരിക്കും. പക്ഷേങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രോസ്റ്റ് മസാല നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പക്ഷേ ബ്രോസ്റ്റ് മസാല നിർബന്ധമല്ല, അങ്ങനെ ചേർത്താൽ തന്നെ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഒന്നും കൂടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യണതാണ് ബ്രോസ്റ്റ് പൗഡർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ചെയ്തെടുക്കുന്ന രീതി ഇതുപോലെയാണ്. ഇതുപോലെ എന്ത് ചെയ്യുക, ഇതിലൊന്നിങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ ചെയ്യുക. കാല് ഇതിലൊന്നിങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ മൊത്തത്തിലൊന്നിങ്ങനെ ആക്കിയിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ കാര്യമായിട്ട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ആ മസാല അരച്ച സമയത്തുള്ള വെള്ളം മുട്ടയും മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വേറെ ഒന്നും കാര്യമായിട്ട് ചേർത്ത് കൊടുത്തിട്ടില്ല. വെള്ളം ഓവറാക്കിയിട്ട് ചേർത്ത് കൊടുക്കരുത്, ദീപം പൊടിച്ച് നിൽക്കില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ അതിൽ വേറിട്ട് പോകും, മസാല വേറിട്ട് കാലുമെന്ന് ഒലിച്ചിറങ്ങി പോകും. അപ്പോൾ അതിനെന്ത് ചെയ്യരുത്, കൂടുതൽ വെള്ളം ചേർക്കരുത്. അപ്പോൾ ഇതാ ബ്രോസ്റ്റ് പൗഡറിൽ കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്.
ഇനിയിപ്പോൾ ഇതാ ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം നമ്മൾ ഇതുപോലെ ഇങ്ങനെയാണ് പൊരിച്ചെടുക്കുന്നത്. ഇത് ഇനി നമ്മൾ ഒരു പാത്രം വെച്ചിട്ട് അടച്ചു വെക്കുക. അടച്ച് തുറന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. മൊത്തത്തിൽ ഇട്ടൊക്കെ തന്നെ ഇളക്കരുത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഇത് കോരിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മളെ കോഴിക്കാല് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചു നോക്കുകൊണ്ടി. നമ്മളെ ബ്രോസ്റ്റിനെക്കാണെ ടേസ്റ്റാണ്. അതായത് ഞാൻ വെറുതെ പറയല്ല, നിങ്ങളൊന്ന് ചെയ്തു നോക്കുകൊണ്ടി. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിലേക്ക് കുറച്ച് മയോണൈസും തക്കാളി സോസും ഉണ്ടെങ്കിൽ, ടൊമാറ്റോ സോസും ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.